സർക്കാർ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും തമ്മിൽ വൈരുദ്ധ്യം എന്ന വാർത്തകൾ തള്ളി മന്ത്രി PC വിഷ്ണുനാഥ്. കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പ് നൽകിയത് ശരിയായിരുന്നുവെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു. സർക്കാർ അതീവ ജാഗ്രതയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി ഇന്നലെ നൽകിയ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തള്ളിയിരുന്നു. നമ്മൾ ഇന്നലെ കിട്ടിയ വെതർ ഫോർകാസ്റ്റ് കറക്റ്റ് ആയിരുന്നു. അതിതീവ്ര മഴ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെയൊന്നും രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. പരമാവധി ആളുകളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ അല്പം പോലും ഗൗരവം കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്തി മന്ത്രി സണ്ണി ജോസഫ് രംഗത്തെത്തി. IMDയിൽ നിന്ന് കൃത്യമായി മുന്നറിയിപ്പ് ലഭിച്ചില്ലെന്നും മന്ത്രി ആരോപിച്ചു. വന്നിരിക്കുന്ന പ്രതിഭാസം ചിലത് അത് കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ പ്രശ്നമാണ്, ചിലത് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്ന മഴയുണ്ട്. അതിലൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ മറുപടി പറയുന്നതാണ് ഇപ്പം ഞാൻ കേട്ട് മനസ്സിലാക്കിയത്. ഏകോപനം ഇല്ല എന്നുള്ളത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഫലപ്രദമായ ഏകോപനത്തിലൂടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര കണ്ട് പ്രതീക്ഷിക്കാനുള്ള മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെത് കിട്ടിയിട്ടില്ല എന്നാണ് അവരുടെ മറുപടിയും പറഞ്ഞിട്ടുള്ളത്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീരാജ്, ഈ ഒരു വലിയ ദുരന്തമുണ്ടായി, പക്ഷേ ഇവിടെ ഏകോപനം പലതരത്തിൽ പാളി എന്നുള്ള ഒരു വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മന്ത്രിമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു വാക്കുതർക്കം എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ പറയുന്നതൊന്ന്, മന്ത്രിമാർ പറയുന്നതൊന്ന്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. PC വിഷ്ണുനാഥും സണ്ണി ജോസഫും ഒക്കെ പറയുന്നത് കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമാകുന്നില്ല IMDയുടെ ഭാഗത്തു നിന്നും എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അതായത് നിലവിൽ ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വീഴ്ച എന്ന തരത്തിലൊരു പ്രതികരണമാണ് സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാലാവസ്ഥാ വകുപ്പ് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയില്ല, അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ചയുണ്ട്. അതാണ് ഈ റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിക്കുന്നതിൽ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത്. പക്ഷേ PC വിഷ്ണുനാഥ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ അടക്കം നൽകിയ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായിരുന്നു. മുന്നറിയിപ്പുകൾക്ക് സമാനമായ തരത്തിൽ മഴ പെയ്തു എന്നടക്കം പറയുന്നുണ്ട്. നിലവിൽ മൂഴിയാർ ഡാമിലെ ഷട്ടറുകൾ തുറന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും AP അനിൽകുമാർ അടക്കമുള്ള ആളുകൾ പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പ്രത്യേക യോഗം ചേരുകയും ചെയ്തു. ക്യാമ്പുകൾ തുടങ്ങുന്നതിനടക്കമുള്ള ആവശ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് ഈ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങളാണ്. രക്ഷാപ്രവർത്തനത്തിനായി കൊല്ലം ജില്ലയിൽ നിന്നും മത്സ്യ തൊഴിലാളികളുടെ ബോട്ടുകളടക്കം പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിക്കുന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഏകോപനമില്ലായ്മ അല്ലെങ്കിൽ ഒരു പോരായ്മ, മുന്നറിയിപ്പുകൾ നൽകുന്നതിലൊരു പോരായ്മ എന്ന വിമർശനം പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. മന്ത്രിമാരുടെ പ്രതികരണത്തിലടക്കം ഇത്തരത്തിലുള്ള അവരുടെ പ്രതികരണത്തിൽ നിന്നടക്കം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതാണ് എന്ന തരത്തിൽ ആണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ അദ്ദേഹം തന്നെ പറയുന്നു, കാലാവസ്ഥാ വകുപ്പിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർ നൽകുന്ന മുന്നറിയിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ ചെറിയ വീഴ്ച സംഭവിച്ചു എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏകദേശം മുന്നറിയിപ്പുകൾ നൽകി, അങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അത്തരത്തിലല്ല, ഏകദേശം മുന്നറിയിപ്പുകളല്ല, കൃത്യമായ മുന്നറിയിപ്പുകൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നൽകേണ്ടതാണ്. പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കാനും അതുപോലെ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നതിനടക്കമുള്ള നടപടികൾ ചെയ്യുന്നതിന് സർക്കാരുകളുടെ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകളാണ് ഏറ്റവും പ്രധാനമുള്ളത്. ഡാമിൻ്റേതടക്കമുള്ള വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഉയരാനുള്ള സാഹചര്യമെല്ലാം അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾക്ക് വലിയ പങ്കുണ്ട്. ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് ആളുകളെ മാറ്റുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടക്കുമ്പോൾ പോലും ഒരു വശത്ത് ഈ സർക്കാർ സംവിധാനങ്ങൾ ആളുകളെ അവിടെ നിന്നും മാറ്റാനും രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി PC വിഷ്ണുനാഥ് കഴിഞ്ഞ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ ആ ദിവസം മുതൽ തന്നെ പത്തനംതിട്ട ജില്ലയിലുണ്ട്. അത്തരത്തിലുള്ള ഏകോപനങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. നിലവിൽ
മന്ത്രിമാർ ക്യാമ്പുകളിലേക്ക് അടക്കം പോയിരിക്കുകയാണ്. ക്യാമ്പുകളിൽ രാവിലെ അടക്കം ഉണ്ടായിരുന്ന ചില വിമർശനങ്ങൾ ആറന്മുളയിലെ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടാത്ത അടക്കമുള്ള സംഭവങ്ങളിൽ കൃത്യമായി ഇടപെട്ടു. ആ സമയം തന്നെ അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ചെയ്തു എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഏകോപനമില്ലായ്മ ഉണ്ട്, മുന്നറിയിപ്പുകൾ നൽകുന്നതിൽ വീഴ്ചയുണ്ട് എന്ന തരത്തിലുള്ള വിമർശനം ഒരു വശത്ത് ഉന്നയിക്കുന്നു. അത് പ്രതിപക്ഷം ശക്തമാക്കുന്നു. മറുവശത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനടക്കം വീഴ്ച വന്നിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. മറ്റൊരു വശത്ത് ഈ ഏകോപനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. സ്വാതി.